നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം കഴിഞ്ഞൊരു വീഡിയോയുടെ ഒരു തുടർച്ചയെന്നോണമാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഡാറ്റാ സെൻറ്റർ വ്യവസായത്തിലെ ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു വ്യവസായത്തിൻ്റെ അത് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണുള്ളത്. അതിനകത്ത് ഒന്ന് ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിന് ഈ ഒരു IT ഇൻഫ്രാസ്ട്രക്ചറിന് ക്വാളിറ്റി പവർ, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ക്വാളിറ്റി പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ സപ്ലൈ പാർട്ട്ണറും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രണ്ട് ഘടകങ്ങളും കൂടി ചേർന്നാണ് ഡാറ്റാ സെൻറ്റർ. ഏതെങ്കിലും ഒന്നുമില്ലാതെ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു വ്യവസായം ഇല്ല. അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കപ്പാസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജിഗാവാട്ടിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചത് ജിഗാവാട്ടല്ലോ, അത് ജിഗാ ബൈറ്റോ അല്ലെങ്കിൽ ടെറാബൈറ്റോ എന്ന കണക്കിലല്ലേ പറയേണ്ടത്? കാരണം ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഡാറ്റയുടെ അളവുകൾ വെച്ചിട്ടല്ലേ നമ്മൾ പ്രതിപാദിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെയോ ഒക്കെ മെമ്മറിയുടെ ഒരു അളവുകോലിലല്ല നമ്മൾ അളക്കാറ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് വെറുതെ ഒരു മെമ്മറി വെച്ചിട്ടെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമല്ല, ഓൺ ഡിമാൻഡിൽ ഇത് പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാനും കഴിയണമെന്നുള്ളതാണ്. ഒരു ക്ലൗഡാണ് ബേസിക്കലി മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെറും മെഗാബൈറ്റ്, ജിഗാബൈറ്റ് എന്ന് പറയുന്ന മെമ്മറിയുടെ യൂണിറ്റുകൾ മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരളവ് പോലെ ശരിയാകില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പവർ കൺസംഷനെ കുറിച്ച് പറയുന്നത്. കാരണം ഇവിടെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉണ്ടാകണം, മെമ്മറി മാത്രം പോരാ. അപ്പോൾ ഈ മെമ്മറി, ഈ പ്രോസസ്സിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ കൺസ്യൂം ചെയ്യുന്ന പവർ, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു പവർ, എന്തുമാത്രം പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഒരു ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു മെമ്മറിയും പ്രോസസ്സിംഗ് കപ്പാസിറ്റിയെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മിക്കവാറും ഡാറ്റാ സെൻറ്ററിൻ്റെ യൂണിറ്റുകൾ പലപ്പോഴും വാട്ടുകളിൽ, അതായത് എനർജിയുടെ യൂണിറ്റിൽ, ഊർജ്ജത്തിൻ്റെ യൂണിറ്റിൽ പറയപ്പെടുന്നത്. ഈ ഒരു ഡൗട്ട് ഏകദേശം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ IT ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആയിട്ടുള്ള നെറ്റ്വർക്ക് ടെക്നോളജിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പവർ പാർട്ട്ണർ, ഡാറ്റാ സെൻറ്ററിൻ്റെ പവർ പാർട്ട്ണർ ഒരു കമ്പനി നമ്മളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ ഒരു പവർ പാർട്ട്നേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോക്ക് എന്ന രീതിയിൽ പിക്ക് ചെയ്യാൻ പറ്റുന്നതും താരതമ്യേന റിസ്ക് കുറഞ്ഞുമായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ വ്യവസായത്തിൻ്റെ അകത്ത് സത്യത്തിൽ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ ഒത്തിരി സ്റ്റോക്കുകളുടെ എണ്ണം നമ്മൾ പലപ്പോഴും പല ന്യൂസ് ചാനലിൻ്റെ അകത്തും ന്യൂസിൻ്റെ അകത്തൊക്കെ നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ എണ്ണം ഉള്ളത് ഈ പ്രധാനമായിട്ടും പറയുന്നത് പലതും 3 ഗണത്തിൽപ്പെട്ടതാണ്. ഒന്ന് IT ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളായിരിക്കാം, ഒന്ന് പവർ സ്റ്റോക്കുകളായിരിക്കാം, മൂന്നാമത് ഡാറ്റാ സെൻറ്റർ മാനേജ് ചെയ്യുന്ന സ്റ്റോക്കുകളാകും. ഉദാഹരണമായിട്ട് ഇപ്പം അദാനി ഡാറ്റാ സെൻറ്റർ മാനേജ് ചെയ്യുന്നു, അനന്തരാജ് ഇൻഡസ്ട്രീസ് ഡാറ്റാ സെൻറ്റർ മാനേജ് ചെയ്യുന്നു, അടുത്തിടെ ബ്രിഗേഡ് ഡാറ്റാ സെൻറ്റർ മാനേജ് ചെയ്യുന്നു, DLF ഡാറ്റാ സെൻറ്റർ മാനേജ് ചെയ്യുന്നു. അപ്പം ഇന്നത്തെ രീതിയിൽ പല റിയൽ എസ്റ്റേറ്റ് കമ്പനികളും ഡാറ്റാ സെൻറ്റർ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. ചില ഹെവി ഇൻഡസ്ട്രീസ് കമ്പനികളും ഡാറ്റാ സെൻറ്റർ മേഖലയിലേക്ക് വരുന്നുണ്ട്. എന്തിനാ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചത്തെ ട്രാൻസ്ക്രിപ്റ്റ്സ് അനുസരിച്ച്, കോൺ കോൾ അനുസരിച്ച് BEML, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, അവരും ഡാറ്റാ സെൻറ്റർ വ്യവസായത്തിലേക്ക് വരുന്നു. പക്ഷേ അത് ക്യാപ്റ്റീവ് ഡാറ്റാ സെൻറ്ററാണ്, അവർക്ക് തന്നെ ആവശ്യമുള്ള ഡാറ്റാ സെൻറ്ററിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഡാറ്റാ സെൻറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഇതേപോലെ ഡാറ്റാ സെൻറ്റർ മാനേജ് ചെയ്യുന്ന കമ്പനികളെ പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ നെറ്റ് വെബ് എന്ന് പറയുന്നത് IT ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. അതേപോലെ തന്നെ ഇന്ന് പറയാൻ പോകുന്നത് പവർ കമ്പനിയാണ്. ഈ രണ്ട് കമ്പനികളും ഡാറ്റാ സെൻറ്റർ മാനേജ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും മാനേജ് ചെയ്യുന്ന ഡാറ്റാ സെൻറ്റർ ക്യാപ്റ്റീവായിട്ട് സ്വന്തം ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഡാറ്റാ സെൻറ്റർ ഇൻസ്റ്റലേഷനാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെക്ടർ, ഒരു പ്രോക്സി എന്നൊക്കെ പറയുന്ന പോലത്തെ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താരതമ്യേന റിസ്ക് കുറവാണ് എന്ന് തന്നെയാണ് കാരണം. മറ്റൊന്നുള്ള നമ്മൾ പണ്ട് പറയുന്ന ഒരു പഴമൊഴിയുണ്ട്, എല്ലാവരും സ്വർണം തേടി പോകുമ്പോൾ, സ്വർണം കുഴിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ തൂമ്പ വിൽക്കുന്ന വ്യവസായമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന പോലെ. അത് ഇംഗ്ലീഷുകാരൻ്റെ ഒരു പഴമൊഴിയാണ്. മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ അത് ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് ഇരിക്കുക എന്ന് ഞാൻ കരുതുന്നു. നല്ല മലയാളത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പലർക്കും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ നമ്മളൊരു പവർ പ്രോക്സി കമ്പനിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒത്തിരി കമ്പനികളുണ്ട്, പവർ പ്രോക്സി കമ്പനികൾ, ABB, സീമെൻസ് മുതലുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് താരതമ്യേന മുമ്പിലുള്ള പല കമ്പനികളും കമ്പയർ ചെയ്തിട്ട് താരതമ്യേന റിസ്ക് കുറഞ്ഞതായിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ കമ്പനി ഹിറ്റാച്ചി എനർജി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. പഴയ കമ്പനിയാണ്. ABBയുടെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഒക്കെ ഉള്ള കമ്പനിയാണ്. പ്രോജക്ട്സ് പലതും പാർട്ണർഷിപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഫേസ് വാല്യൂ 2 രൂപയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന. ഏകദേശം 13,000 ചില്ലറ രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത്ര വലിയ വലിയ സ്റ്റോക്കുകളൊക്കെ, ഇത്ര വിലയുള്ള സ്റ്റോക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റോക്കിൻ്റെ എണ്ണത്തിലല്ല കാര്യം, അതിൻ്റെ പെർസെൻറ്റേജിലാണ് സത്യത്തിൽ പ്രൈസ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകാറ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ 1 രൂപയുടെ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ
5% ആണ് സർക്യൂട്ട് എങ്കിൽ അതിന് 5 പൈസ മാത്രമേ കൂടുകയും കുറയുകയും ചെയ്യുള്ളൂ. അതേപോലെ തന്നെ 10,000 രൂപയാണ് സ്റ്റോക്കെങ്കിലും അതിന് 500 രൂപയെ കൂടുകയും കുറയുകയും ചെയ്യുള്ളൂ. ആത്യന്തികമായി നിങ്ങൾ ഇട്ട പണത്തിൻ്റെ പെർസെൻറ്റേജ് വൈസ് ആയിട്ട് മാത്രമേ മുമ്പോട്ടും താഴോട്ടും പോവുകയുള്ളൂ. പിന്നെ ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറഞ്ഞ സ്റ്റോക്കുകളാണെങ്കിൽ ചിലപ്പോൾ കുറച്ചൊരു വോളറ്റിലിറ്റി കൂടുതലുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ കൂടുതലുണ്ടായതുകൊണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം റിട്ടേൺസ് കൂടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. മറ്റൊരു കാര്യം സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സമാധാനമാണ്. എൻ്റെ അടുത്ത് 1000 സ്റ്റോക്ക് 1000 എണ്ണം സ്റ്റോക്ക് ഈ ഒരു കമ്പനിയുടെ ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റേതാകെ ഒന്നേ ഉള്ളൂ. ഇപ്പോൾ MRF ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ തന്നെ കുറച്ച് കാശ് പോകും. അപ്പോൾ ആ ഒരു കാശുണ്ടെങ്കിൽ നമ്മൾ 50 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് നിറച്ചും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികമായിട്ടുള്ള സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെർസെൻറ്റേജ് വൈസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ പോലെ പ്രൈസ് കുറച്ചുകൊണ്ടുണ്ടാകുന്ന ആ ഒരു മാർക്കറ്റിലെ അഫോർഡബിലിറ്റി കൊണ്ട് സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് ഒരു മീഡിയം ടു ലോങ് ടേമിൽ ഒരു സ്റ്റോക്കിൻ്റെയും വിലയ്ക്ക് വ്യത്യാസം വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആത്യന്തികമായി ഏണിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് പറയാം ഹിറ്റാച്ചി എനർജി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ ഹിറ്റാച്ചിക്ക് പല പല വേർട്ടിക്കൽസ് ഉണ്ട്. പ്രൊഡക്ഷൻ സിസ്റ്റംസ് മുതൽ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൈസേഷൻ, സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, HVAC, ഹൈ വോൾട്ടേജ് AC, ഹൈ വോൾട്ടേജ് DC, ജനറേറ്റർ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, എനർജി സ്റ്റോറേജ് സൊല്യൂഷൻസ്, കൂളിംഗ് സിസ്റ്റംസ്, പവർ ക്വാളിറ്റി ഓക്സിലറി മോഡ്യൂൾസ് എന്ന് തുടങ്ങി വളരെയധികം വെർട്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു വെർട്ടിക്കലാണ് ഡാറ്റാ സെൻറ്റർ. അപ്പോൾ അടുത്ത കാലം വരെ ഹിറ്റാച്ചി ഈ ഒരു ഡാറ്റാ സെൻറ്റർ വ്യവസായത്തിൻ്റെ അകത്തേക്ക് കാര്യമായിട്ടൊരു ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഡാറ്റാ സെൻറ്റർ വ്യവസായത്തിൻ്റെ അകത്ത് അതിൻ്റെ സാധ്യതകൾ കണ്ടറിഞ്ഞിട്ട് അതിന് ഊന്നൽ നൽകാൻ തുടങ്ങിയത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് കൂടുതലായിട്ട് ഊന്നൽ നൽകിയിരുന്നത് റിന്യൂവബിൾ എനർജിയിലായിരുന്നു. അതിപ്പോഴും നിലനിൽക്കുന്നു. പ്ലാൻ ബിൽഡ് മെയിൻറ്റെയിൻ മോഡിൽ ഹൈഡ്രോ പവറും തെർമൽ പവറും സോളാർ ഫാംസും ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ പല പല സ്ഥലങ്ങളിൽ. പ്രധാനമായിട്ടും ഹിറ്റാച്ചി മുമ്പോട്ട് നോക്കിക്കാണുന്നത് ഇന്ത്യയിലെ 5G ലോഞ്ചിങ്ങും അതിൻ്റെ സാർവത്രികവൽക്കരണവും കുറച്ച് ലിബറൽ ആയിട്ടുള്ള ഡാറ്റാ സെൻറ്റർ പോളിസീസുമാണ്. ഇതിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ഓർഡർ ബുക്ക് അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് ഹിറ്റാച്ചിക്ക് ഉണ്ടാകുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ട്രാൻസിസ് നോക്കുമ്പോൾ സ്വന്തമായിട്ട് ഡാറ്റാ സെൻറ്റർ മാനേജ് ചെയ്യാനുള്ള പ്ലാനുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഒരു കണക്കിന് അത് നല്ലത് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട്സ് ഏകദേശം 40% അടുത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് റിലേയും ഗ്യാസ് ഇൻസുലേറ്റഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സും. ഇവയുടെ എക്സ്പോർട്ട് 3-ാം ലോക രാജ്യങ്ങളിലേക്ക് മാത്രമല്ല സ്വീഡൻ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. അതുപോലെ തന്നെ സർവീസ് ഓർഡേഴ്സും ഏകദേശം 50% അടുത്ത് ഉയർന്നു. അപ്പോൾ ഡാറ്റാ സെൻറ്റർ വ്യവസായത്തിലുള്ള ഈ ഊന്നലാണ് പ്രധാനമായിട്ടും ഈ ഒരു കമ്പനിയെ ഡാറ്റാ സെൻറ്ററിൻ്റെ ഒരു പ്രോക്സി പവർ കമ്പനിയായിട്ട് നമ്മൾ നോക്കിക്കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ഒരു കമ്പനികൾക്കും ഡാറ്റാ സെൻറ്ററുമായിട്ട് മേഖലയിൽ ബന്ധപ്പെടുന്ന ഒരു കമ്പനികൾക്കും കാര്യമായിട്ടൊരു കുതിച്ചുചാട്ടം 2025-26 സാമ്പത്തിക വർഷം വരെ വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം കാപെക്സ് സ്പെൻഡിങ് മാത്രമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിനകത്തുള്ള ഏർണിങ്സ് ഒക്കെ ലഭിച്ചു തുടങ്ങാൻ വേണ്ടി 2025-26 കാലഘട്ടങ്ങളിലെങ്കിലും എത്തും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പം ഈ പറഞ്ഞ പോലെ ഡാറ്റാ സെൻറ്റർ എന്നുള്ള പേര് വെച്ചാൽ തന്നെ പല കമ്പനികളും മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളും ഞാനും ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥ മാത്രമാണ്. ഇത് ഏർണിങ്സ് വരുന്നതിന് മുമ്പ് തന്നെ പണ്ടൊരു കാലത്ത് IT.com ബബിൾ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർക്കുന്നു. എൻ്റെയൊക്കെ നല്ല കാലത്ത് ചെറുപ്പത്തിലൊക്കെയാണ് ഉണ്ടായത്. അന്ന് വെറും സോഫ്റ്റ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നപ്പോൾ ഉള്ള കമ്പനികളെല്ലാം മുകളിലേക്ക് പോയി. സോഫ്റ്റ് ആൻഡ് കമ്പനികൾ വരെ മുകളിലേക്ക് പോയ കാലമായിരുന്നു അത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം അതാത് കാലത്തെ ട്രെൻഡ് ഡാറ്റാ സെൻറ്ററുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത പല കമ്പനികളും ഈ സമയത്ത് ഞങ്ങൾ ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്ന് വെറുതെ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അകത്ത് പറയുന്നതോ, അല്ലെങ്കിൽ 10 പേരെ കൂട്ടിയിട്ട് ഒരു പ്രസ് മീറ്റിംഗ് നടത്തുന്നോ, അല്ലെങ്കിൽ ഒരു പ്രസ് നോട്ട് എഴുതിയിട്ട് 2 മീഡിയയ്ക്ക് കൊടുത്താൽ പോലും പിറ്റേ ദിവസം ആ ഒരു സ്റ്റോക്കുകളുടെ വില അപ്പർ സർക്യൂട്ടിലെത്തുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡാറ്റാ സെൻറ്റർ എന്നുള്ള പേര് കേട്ടാൽ ഉടനെ കമ്പനികളിലേക്ക് എടുത്തു ചാടുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽസോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ചന്ദ്രനിൽ പോയിട്ട് ഡാറ്റാ സെൻറ്റർ തുടങ്ങുമെന്നൊക്കെ പറയുമ്പോൾ ഈ ചന്ദ്രനിൽ പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിക്കൂലിയെങ്കിലും ഈ കമ്പനികൾക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ആലോചിച്ചിട്ട് മാത്രം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞത്. അടുത്തിടെ ഒരു കമ്പനിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വിവരം ലഭിച്ചു. അപ്പോൾ ആ ഒരു കമ്പനി ഈ ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്ത് നമ്മൾ മുമ്പിൽ കാണുന്ന പല കമ്പനികളെയും ബഹുദൂരം പിന്തള്ളി മുമ്പോട്ട് പോകുക എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണമൊക്കെ വന്നു. അപ്പോൾ ആ കമ്പനി കുറച്ച് ആഴ്ചകളായിട്ട് അപ്പർ സർക്യൂട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ലോവർ സർക്യൂട്ടിൻ്റെ വണ്ടിയിൽ കയറിയ പിന്നെ ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പണം അധ്വാനിച്ചുണ്ടാക്കി അതുകൊണ്ട് നിക്ഷേപിക്കുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനിയുടെ ഹിറ്റാച്ചിയുടെ നമുക്ക് നമ്പേഴ്സിലേക്ക് പോകാം. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 59,000 കോടി രൂപയുണ്ട്. PE 359 വലിയൊരു നമ്പറാണ്. അത് കണ്ടിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഏർണിങ്സ് അടുത്ത ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് PE ഏകദേശം നമുക്ക്
മനസ്സിന് സമാധാനം തരുന്ന നമ്പറിലേക്ക് വരുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ROE വാല്യൂസ് ഒക്കെ 8ഉം 13ഉമാണ് ഇരിക്കുന്നത്. ഭയങ്കര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്ര നല്ലതൊന്നുമല്ല. കറണ്ട് റേഷ്യോ അതേപോലെ തന്നെ 1.16 ആണ്. ഇതേപോലെ ഒരു അസറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ എക്സിക്യൂട്ട് മെയിൻറ്റെയിൻ എന്ന് പറയുന്ന കമ്പനികളെ സംബന്ധിച്ച് ഈ നമ്പേഴ്സ് എല്ലാം വളരെ മോശമാണെന്ന് പറയുകയും വയ്യ. ഹിറ്റാച്ചി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് കമ്പനികളെ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സീമെൻസും ABB ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. മറ്റൊന്നും ഹിറ്റാച്ചി ആയിട്ട് കമ്പയർ ചെയ്യാൻ മാത്രമുള്ള ഒരു പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഇല്ല. സ്നൈഡർ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, പക്ഷേ എങ്കിൽ പോലും ഹിറ്റാച്ചിയോ ABBയോ ആയിട്ട് ഉള്ള പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ICR ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ലെവലിൽ ഇരിക്കുന്നു. ഏകദേശം 4ൻ്റെ അടുത്തുണ്ട്. ഡെറ്റ് ടു എക്വിറ്റി 20%. പ്രൊമോട്ടർ ഹോൾഡിംഗ് 75%ത്തിലേക്ക് നിൽക്കുന്നു. പബ്ലിക് ഹോൾഡിംഗ് വെറും 11.8% മാത്രമേ ഉള്ളൂ. FID ഹോൾഡിംഗ് യഥാക്രമം 10%-ൻ്റെ അടുത്തും 4%-ൻ്റെ അടുത്ത് നിൽക്കുന്നു. മറ്റൊരു കാര്യം, ഇന്നത്തെ രീതിയിൽ ഡാറ്റാ സെൻ്ററെല്ലാം വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ രീതിയിൽ കുറച്ച് ആകർഷിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അസറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കമ്പനി അതിനെ സംബന്ധിച്ച് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ വെറും 40 ദിവസത്തിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസിനെ ഇത് എടുത്തു കാണിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ റേഷ്യോസൊക്കെ നോക്കുമ്പോൾ EV to EBITDA എന്ന് പറയുന്നത് 165 എത്തി നിൽക്കുന്നുള്ളത് ചെറിയൊരു വിഷമങ്ങൾക്ക് ഇട നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ P&L നോക്കുകയാണെങ്കിൽ നെറ്റ് സെയിൽസ് കഴിഞ്ഞ 4 വർഷമായിട്ട് ഏകദേശം ഒരു 30%-ൻ്റെ അടുത്ത് ഉയർന്നു എന്ന് കാണാൻ കഴിയും. പക്ഷേ നെറ്റ് പ്രോഫിറ്റ് താഴുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും കോസ്റ്റ് ഓഫ് ബോറോയിങ് കുറച്ച് അധികം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് മെയിൻറ്റെയിൻ എന്ന് പറയുന്ന കമ്പനികളെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് ബോറോയിങ് ഉയർന്നു നിൽക്കുന്നതിൻ്റെ അകത്ത് വലിയ അത്ഭുതപ്പെടാനുള്ളൊരു കാര്യമില്ല. പക്ഷേ ക്യാഷ് കൺവേർഷൻ സൈക്കിള് താഴ്ത്തി വയ്ക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കമ്പനികളുടെ ഒരു ഓപ്പറേറ്റിംഗ് ലെവറേജ് നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടി നോക്കേണ്ട കാര്യം. അത് കമ്പനി ചെയ്യുന്നുമുണ്ട്. ക്യാഷ് ഫ്ലോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം ചർച്ച ചെയ്യേണ്ടത് ഇതിൻ്റെ റിസ്കുകളെ കുറിച്ചാണ്. റിസ്ക് ഇല്ലാതെ ഒരു കമ്പനിയും വരുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡാറ്റാ സെൻറ്റർ ബിസിനസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ട്രാൻസ്ക്രിപ്റ്റ്സ് അനുസരിച്ച് പോലും റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് വെറും 15% മാത്രമാണ്. കാരണം കമ്പനിയുടെ പാരമ്പര്യമായിട്ടുള്ള കുറേ മേഖലകളിൽ കമ്പനി കൈവച്ചിരിക്കുന്നത് അസറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള ക്യാഷ് ഫ്ലോ തന്നെയാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് ആത്യന്തികമായിട്ട് അവരുടെ ബുക്സും നമ്പേഴ്സും തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ എങ്കിൽ പോലും താരതമ്യേന ഡാറ്റാ സെൻറ്റർ ബിസിനസ് എന്ന് പറയുന്നത് ക്യാഷ് റിയലൈസേഷൻ താരതമ്യേന എളുപ്പമുള്ള ഒരു കാര്യമായതുകൊണ്ടും ഇന്നത്തെ രീതിയിൽ എല്ലാവരും ഒരു യുഫോറിയ ആയിട്ട് ഒരു ഭ്രമത്തിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും പ്രത്യേകിച്ച് കണ്ടമാനം റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ കേരളത്തിൽ ഉൾപ്പെടെ ചില റിയൽ എസ്റ്റേറ്റ് കമ്പനികളൊക്കെ ഈ ഡാറ്റാ സെൻറ്റർ വ്യവസായത്തിലേക്ക് എടുത്തു ചാടുന്നത് കൊണ്ടും ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ്. ഭാവിയിലും അത് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ഈ ഒരു വ്യവസായത്തിനൊക്കെ എപ്പോഴാണ് തിരിച്ചടി ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ളൊരു മന്ദിപ്പ് രാജ്യത്തെ കടന്നു പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു വ്യവസായത്തിന് വളരെയധികം മത്സരം നേരിടുകയോ ചെയ്തു കഴിഞ്ഞാൽ പലരുടെയും ക്യാപെക്സ് സ്പെൻഡിങ് കുറച്ച് കുറയ്ക്കും. പുതുതായിട്ട് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്ന വ്യവസായത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പലരും മാറി നിൽക്കും, മടിച്ചു നിൽക്കും. പണ്ടത്തെ ഒരു കാലത്ത് എല്ലാവരും വിൻഡ് ടർബൈൻസ് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ കമ്പനികളും ഫിനാൻസ് കമ്പനികൾ ഉൾപ്പെടെ മുത്തൂറ്റ് ഉൾപ്പെടെയുള്ള ഫിനാൻസ് കമ്പനികൾ ഉൾപ്പെടെ വിൻഡ് ടർബൈൻ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് വെസ്റ്റാസും സ്വിസ്ലോണും പോലുള്ള കമ്പനികളെ ഏകദേശം 15 വർഷം മുമ്പ് അവരുടെ പുറകെയായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം ഹൈഡ്രോ കാർബണിൻ്റെ വില ഒക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും ഇട്ടിട്ട് ഓടി. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് കണ്ടിട്ട് വളരെയധികം R&Dക്ക് വേണ്ടിയിട്ടും മാനുഫാക്ചറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത വെസ്റ്റാസും സ്വിസ്ലോണും ഒക്കെ കഷ്ടപ്പാടിലുമായി. വെസ്റ്റാസ് ഇന്ത്യയിൽ നിന്ന് പെട്ടിങ് കിടക്കെടുത്ത് നാടുവിടുകയും ചെയ്തു. ഇതേപോലത്തെ ഒരു സംഭവം ഇതുപോലെ അസറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്പനികൾക്ക് പലപ്പോഴും ബാധിക്കും. അതിൻ്റെ അർത്ഥം ഹിറ്റാച്ചി പൂട്ടി പോകുക എന്നുള്ളതല്ല. കാരണം മോശമില്ലാത്തൊരു ക്യാഷ് ഫയൽ ഹിറ്റാച്ചിയുടെ പലയിടത്തും ഇരിക്കുന്നുണ്ട്. കൂടാതെ കളക്ഷൻസ് പൈപ്പ് ലൈനിലുള്ള കളക്ഷൻസും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാവുന്നതാണ്. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ഡാറ്റാ സെൻറ്റർ പ്രോക്സി എന്ന രീതിയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നതാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.